വോട്ട് വെട്ടലെന്ന ആരോപണം ബിജെപിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. 27-ന് പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതൃത്വം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ തീവ്ര ശ്രമം. ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മുരിങ്ങൂരിലും ചിറങ്ങരയിലും എത്തും. തിരുവിലാമല മലേശമംഗലത്ത് 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ വോട്ട് വെട്ടലെന്ന ആരോപണം. നഗരസഭ ഭരിക്കുന്ന ബിജെപിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക പുതുക്കലിനിടയിൽ ന്യൂനപക്ഷ വോട്ടർമാരുടെ പേരുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റാൻ ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉന്നയിച്ചാണ് പേര് വെട്ടാൻ ശ്രമം നടക്കുന്നത്. തക്കതായ കാരണമില്ലാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. 27-ന് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു പറഞ്ഞു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസത്തിന് തലേന്ന് വരെ സമയം നീട്ടിയത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കിടയാകുമെന്ന് ആക്ഷേപം. ഈ മാസം 29 വരെയാണ് പേര് ചേർക്കുന്നതിനുള്ള ഹിയറിംഗ് സമയം നീട്ടിയിരിക്കുന്നത്. അതേസമയം പുതിയ വോട്ടർ പട്ടിക ഈ മാസം 30-ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വൈകിട്ട് 3 മണിയോടെ മുരിങ്ങൂരിലും ചിറങ്ങരയിലും എത്തും. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടിയിലെ LDF ജനപ്രതിനിധികളും പ്രവർത്തകരും പാലക്കാട് പ്രൊജക്ട് ഓഫീസറുടെ കാര്യാലയം ഉപരോധിച്ചിരുന്നു. ഇതേ തുടർന്ന് സ്ഥലം സന്ദർശിക്കുമെന്ന് പ്രൊജക്ട് ഡയറക്ടർ ഉറപ്പു നൽകിയിരുന്നു. തിരുവിലാമല മലേശമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കാൻ വെച്ച 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. മലേശമംഗലം ഫോറസ്റ്റ് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന 58 ബാരൽ ടാറാണ് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായത്. ഏകദേശം 6 ലക്ഷം രൂപ വില വരുന്ന ടാർ മോഷണം പോയതായി കാണിച്ച് കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. ഓഗസ്റ്റ് 3-നും 11-നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് പ്രാഥമിക നിഗമനം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം ഇന്ന് നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിക്കും. 2021-ൽ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലംപാറ പഞ്ചായത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നത്. മലക്കപ്പാറ റോഡിലെ പൊകലപ്പാറയിൽ മരം വീണ് 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ 5:30-ഓടെയാണ് കൂറ്റൻ മരം റോഡിന് കുറുകെ വീണത്. ഇതുവഴി വന്ന ഏതാനും വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. 7:30-ഓടെയാണ് മരം മുറിച്ചു നീക്കൽ പൂർത്തിയായത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യുടെ നാടകമെന്ന് കോൺഗ്രസ്. 1 വർഷത്തിനുള്ളിൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ഭവനരഹിതർക്ക് നൽകുമെന്നാണ് MLA വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും ഇതിനായി ചെറുവിരൽ പോലും അനക്കിയില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പരിശോധനയെന്ന് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. ദേശീയ നഗര ശുചിത്വ സർവേയിൽ ഇടത്തരം നഗരവിഭാഗത്തിൽ ഗുരുവായൂർ നഗരസഭ 2ാം റാങ്കോടെ ക്ലീൻ സിറ്റി ഓഫ് കേരള അവാർഡ് കരസ്ഥമാക്കി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷിൽ നിന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അവാർഡ് ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ എന്നിവരും പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ?
അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ ഇത് ബഫറോഫിയ. അയ്യോ പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി തളിക്കുളം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കുന്നു. ഇതിന്റെ ഭാഗമായി 5 വാർഡുകളിലേക്കുള്ള വാട്ടർ കിയോസ്കുകൾ തുറന്നുകൊടുത്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, മെമ്പർമാരായ ജീജ രാധാകൃഷ്ണൻ, ശൈലജ കിഷോർ, ബിന്നി അറക്കൽ തുടങ്ങിയവർ ചടങ്ങുകൾ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്രോളിയം പ്രൊഡക്റ്റ് സെയിൽസ് ആൻഡ് സർവീസ് സ്റ്റാഫ് യൂണിയൻ തൃശൂർ ശക്തനിലെ പെട്രോൾ പമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പെട്രോൾ പമ്പിലെ ജീവനക്കാർക്ക് കാലാനുസൃതമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മിനിമം കൂലി നൽകുക, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുക ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ശിവൻ ഉദ്ഘാടനം ചെയ്തു. VN മുരളി അധ്യക്ഷത വഹിച്ചു. TR ബാബുരാജ്, KN രഘു, CR ജയറാം തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി VN രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MN സുബ്രഹ്മണ്യൻ, MA യൂസഫ്, PH അഷ്റഫ്, KA അബ്ദുൾ ഖാദർ, V അച്യുതൻ, CN സുഭാഷ് എന്നിവർ സംസാരിച്ചു. കൊണ്ടാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 21 അങ്കണവാടികളിലേക്ക് നൽകുന്ന കളിപ്പാട്ടങ്ങളുടെ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് K ശശിധരൻ നിർവഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ V നിഷാമോൾ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, KK പ്രിയംവദ, ശിവൻ വീട്ടിക്കുന്ന്, K സുധേവൻ, EK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. അംഗനവാടിയിലൊക്കെ ഒരുപാട് കുട്ടികളെ പ്രാവശ്യം അവിടെ ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇടവേള. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം.
വാർത്തയിലേക്ക്. കോടാലി കൊരയിച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ മേള വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്ത മേള കലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച 11 പേരാണ് അരങ്ങേറ്റം നടത്തുന്നത്. വൈകിട്ട് 6 നടക്കുന്ന അരങ്ങേറ്റ മേളത്തിന് തുടക്കം കുറിച്ച് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, KN പത്മസുന്ദരൻ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര താന്നിയം പഞ്ചായത്ത് 5-ാം വാർഡിലെ അനശ്വര അങ്കനവാടിയിലേക്ക് ടെലിവിഷൻ സമ്മാനമായി നൽകി. ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി വർക്കർമാരായ അഷ്ടമി, സതീരംഗൻ, അഞ്ജു, നിമ്മി, പ്രേംലാൽ എന്നിവർ പങ്കെടുത്തു. തൃശൂർ നാട്ടികയിൽ കൗതുകവും വേദനയും നിറച്ച് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. നാട്ടിക SN കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ 2ാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത്. പ്രസവിക്കാറായ പശു അസ്വസ്ഥത കാണിച്ചപ്പോൾ ഒരു സഹായിയെ വിളിച്ചു. തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചു വരുത്തി പശുക്കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. 2 തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നാട്ടിക മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തി പശുക്കുട്ടിയെ പരിശോധിച്ചു. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 30 വർഷമായി ഗണേശനും ഭാര്യയ്ക്കും പശു വളർത്തലുണ്ട്. നിരവധി ആളുകൾ പശുക്കുട്ടിയെ കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. TCV ന്യൂസ്, തൃപ്രയ. ശോചനീയാവസ്ഥയിലായ എറവ് മൃഗാശുപത്രിയിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് ഡോക്ടർ അടക്കമുള്ള 4 വനിതകൾ. ഇടയ്ക്കിടെ കയറി വരുന്ന പാമ്പുകളെ പേടിച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത്. അരിമ്പൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള എറവിലെ മൃഗാശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കുന്നില്ല. മൃഗാശുപത്രിയിൽ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും പലപ്പോഴും പാമ്പുകൾ ഇഴഞ്ഞെത്താറുണ്ട്. ആശുപത്രിയോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി. മൃഗാശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്തും എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ്. ക്ഷേത്രം ഭാരവാഹികൾ കേസിന് പോയത് കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. 2021-22 ഫണ്ട് വെച്ചുകൊണ്ട് നിർമ്മാണത്തിന് വന്ന പണിക്കാരെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തത്. പഞ്ചായത്ത് ഇപ്പോഴും അതിൻ്റെ നിർമ്മാണത്തിന് അതല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ തയ്യാറാണ്. അതിനുശേഷം നിയമപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എതിരായിട്ടുള്ള വിധി വന്നാൽ അത് ആ തരത്തിൽ ആ വിധിക്കനുസരിച്ച് പോകുവാനും പഞ്ചായത്ത് തയ്യാറാണ്. 2 മുറികൾക്ക് മാത്രമാണ് മൃഗാശുപത്രിയിൽ സീലിംഗ് ഉള്ളത്. ബാക്കിയുള്ള ഭാഗം ഷീറ്റ് മേഞ്ഞതാണ്. ഇതിന്റെ പല ഭാഗവും അടിഭാഗം പട്ടിക ദ്രവിച്ച് തലയിൽ വീഴാവുന്ന സ്ഥിതിയിലാണ്. ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നികുതി അടയ്ക്കുന്നതടക്കം തങ്ങളാണെന്നും മൃഗാശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്ന് അറിയിച്ചിട്ടും പഞ്ചായത്ത് അധികൃതർ ചെവി കൊണ്ടില്ലെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ ഇടപെടുകയും അതനുസരിച്ച് ഈ ഭൂമിയുടെ കാലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്രം കമ്മിറ്റി അടച്ചു വരുന്നതാണ്. ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ആ വർക്ക് നടക്കാത്തത്. മൃഗങ്ങളുമായി എത്തുന്നവർക്ക് കാര്യമായ മറ്റ് അസൗകര്യങ്ങളോ മരുന്നിന് ക്ഷാമമോ ഇല്ലെങ്കിലും ആശുപത്രി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് അപകട സാധ്യത ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് വിദ്യാർത്ഥികൾ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച സൃഷ്ടികൾ ശ്രദ്ധേയമാക്കുന്നു. ദേശീയ ഗാനത്തിന്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്ന ദേശീയ പതാകയാണ് ഇതിനകം വൈറലായി മാറിയത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തന നേട്ടം കൈറ്റ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. അൻവർ സാദത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി രംഗത്തെത്തിയത്. മാലിന്യ സംസ്കരണത്തിനായി അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് വേസ്റ്റ് ബിന്നും പുതുമയായി. കൈ അടുത്തെത്തുമ്പോൾ സ്വയം തുറന്ന് മാലിന്യം സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചത്. ഹരിതമിഷന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾക്ക് മാതൃകയാക്കുവാൻ കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയും. ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ സന്തോഷ്, സ്മിത എന്നിവർ നൽകിയ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവുമാണ് ഈ വിജയങ്ങൾക്ക് പിന്തുണയായത്. 2018-19 വർഷം പാലക്കാട് ജില്ലയിൽ മികച്ച 2ാമത്തെ യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ ചാലിശ്ശേരി സ്കൂൾ റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്.
മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനയ്ക്കക്കടവ് തീരത്ത് കടൽമാക്രികളുടെ വിലയാട്ടം. വലകൾ നശിപ്പിച്ചത് മൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. വലയെറിയുമ്പോൾ മീനിനു പകരം കുടുങ്ങുന്ന കടൽമാക്രികൾ വല മുഴുവൻ കടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വലകളാണ് നശിച്ചത്. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പൊട്ടിയ വലകൾ തുന്നിച്ചേർക്കുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. എന്നാൽ സീസണായിട്ടും കടൽമാക്രികളുടെ ശല്യം കാരണം കടലിൽ പോകാൻ കഴിയാത്തതിന്റെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. വിവരമറിഞ്ഞ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ പറഞ്ഞു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും ഏതാണ്ട് 100-ൽ പരം വള്ളങ്ങൾ ഈ കടവത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ വലകളൊക്കെ റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത വലിയ ദുരന്തത്തെ നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഭരണാധികാരികൾ മത്സ്യത്തൊഴിലാളികളെ പരിരക്ഷിക്കാൻ ഇതിൻ്റെ നഷ്ടവും കഷ്ടവും കണക്കാക്കി മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. മുഹമ്മദീൻ, KK വേദുരാജ്, KD വീരമണി, AM അലാവുദ്ദീൻ, C മുസ്താഖ് അലി, അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. പെരുവള്ളൂർ പുല്ലൂർ സ്വദേശി പരേതനായ പൂവന്ത്ര കുട്ടൻ മകൻ 56 വയസ്സുള്ള ജോഷിയാണ് ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്നത്. ദൈനംദിന ചിലവുകൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. ആശുപത്രിയിൽ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്തു വരികയാണ്. വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സയും നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായി ഏകദേശം 15 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ ഈ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ല. ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്നതിന് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ TG പ്രവീൺ ചെയർമാനും PK ഷമ്മികുമാർ കൺവീനറും PG ബാജീബ് ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സഹായങ്ങൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഷീന ജോഷിയുടെ പേരിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുല്ലശ്ശേരി ബ്രാഞ്ചിലുള്ള 55110201001351 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ നൽകണം. TCV ന്യൂസ്, പാവർട്ടി. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9230 രൂപ, പവന് 73840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ വോട്ട് വെട്ടലെന്ന ആരോപണം. BJPക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. 27 പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതൃത്വം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ തീവ്ര ശ്രമം. ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മുരിങ്ങൂരിലും ചിറങ്ങരയിലും എത്തും. തിരുവില്ലാമല മലേശമംഗലത്ത് 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി മാറി കേരളം. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.